ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഒരു പാചക വീഡിയോ ആയിട്ടാണ്. നല്ല അടിപൊളി ഒരു നെയ്ച്ചോറ് വെളുത്തല്ലേ ഇരിക്കുന്നത്, ഇതെന്താ മഞ്ഞ നിറത്തിൽ? പക്ഷേ എൻ്റെ നെയ്ച്ചോറൊക്കെ മഞ്ഞ നിറത്തിലാണ് കേട്ടോ. ചില സമയങ്ങളിൽ മാത്രം വെളുത്തിരിക്കും. അത് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാവുന്നവരും കാണും, ചെയ്യാൻ അറിയാത്തവരും കാണും കേട്ടോ. നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ചില ആളുകൾ പറയും, ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇവളെന്തായി കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ആകട്ടെ. അപ്പോൾ ഈ നെയ്ച്ചോറിനുള്ള റൈസ് എടുക്കുകയാണ്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ വെക്കുന്നത്. 2 വലിയവർക്ക്, കുഞ്ഞുങ്ങൾ, അങ്ങനെ ഞങ്ങൾ 4 പേരാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിലത്തേക്കും കൂടി ആയിട്ടാണ് 2 ഗ്ലാസ് അരിയാണ്. അതിന് വെള്ളത്തിലൊഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം, ഫ്രൈയിങ് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ഇതാകട്ടെ കേട്ടോ, കട്ടയാണ് നെയ്യ്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സ്പൈസസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലേശം നെയ്യ്, 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് സ്പൈസസ് ആയിട്ട് കറുവപ്പട്ടയുണ്ട്, പിന്നെ ഈ സ്റ്റാർ സംഭവമില്ല അതുണ്ട്, പിന്നെ തക്കോലോ അങ്ങനെ എന്തോ സംഭവം, പിന്നെ ജാതിപത്രിയുണ്ട്, ഗ്രാമ്പുണ്ട്, പിന്നെന്താണ് കുരുമുളകും ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ വീഡിയോ നമ്മൾ ഈ വോയിസ് ഓവർ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി പറയുന്നത്, ഇച്ചിരി ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇച്ചിരി പെരിഞ്ജീരകമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. സ്പൈസസ് എല്ലാം ഞാൻ ഇടുന്നുണ്ട് അത്യാവശ്യം. കറുവപ്പട്ട, ജാതിപത്രി, പിന്നെ കുരുമുളക്, പിന്നെന്താണ് ഗ്രാമ്പൂ, പിന്നെ പെരിഞ്ജീരകം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ, കരിഞ്ഞു പോകരുത് കേട്ടോ, മൂത്ത് വരണം, കരിയാതെ സൂക്ഷിക്കുക. അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒരു ഫ്രൈ, ഒരുപാട് ഫ്രൈ ആകണ്ട, ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു പരുവം കേട്ടോ. അങ്ങനെ എല്ലാം നല്ലപോലെ ഒന്നിട്ട് മൂത്ത് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. വെറൈറ്റി അല്ലേ, അറിയാവുന്നവർ കാണും കേട്ടോ, എങ്കിലും പറയുകയാണ്. അപ്പോൾ റൈസ് മാത്രമാണ് ഈ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം സബോള, തക്കാളി, ക്യാരറ്റ് 3 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഒരുപാടങ്ങ് വാടണ്ട, അത്യാവശ്യം ഒന്ന് വാടണം കേട്ടോ. സബോളയൊക്കെ ഒന്ന് അത്യാവശ്യം വാടണം. ക്യാരറ്റ് ആണെങ്കിലും സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇടുകയും ചെയ്യാം. സബോള വാടിയതിന് ശേഷം ക്യാരറ്റും ഇട്ട് തക്കാളി ഇട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ പക്ഷേ നമ്മൾ എളുപ്പം ചെയ്യുവാണ്. ഇപ്പോൾ രാവിലെയൊക്കെ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ പോകാൻ ഇത് കൊടുത്തു വിടാനായിട്ട് എളുപ്പം ചെയ്യണമെങ്കിൽ ഇത് 3ഉം ഒരുമിച്ചിട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഇപ്പോൾ സബോളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കണ്ടോ, ക്യാരറ്റിൻ്റെ ആണെങ്കിലും എല്ലാം ഒന്ന് വാടി വരുന്നു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഞാൻ 2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പിടുക കേട്ടോ. കാരണം ഞാൻ എല്ലാം ഒരു കൈക്കണക്കിനാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിങ്ങനെ അളവ് കൃത്യമായിട്ട് പറയാനായിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് അറിയത്തില്ല. നമ്മളങ്ങനെ വലിയ പാചക എക്സ്പേർട്ടും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ മക്കൾക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരി ഉണ്ടല്ലോ, അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്ന് നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടി ക്യാരറ്റും ഒക്കെ വാടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഊറ്റി വെച്ചിരിക്കുന്നതായിരിക്കണം കേട്ടോ റൈസ് ഇച്ചിരി നേരത്തെ വെള്ളത്തിലിട്ട് ഒരു 10-15-20 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലപോലെ കഴുകി ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം പോകാനായിട്ട് ഊറാൻ വെക്കുക. നമ്മുടെ റൈസിൽ ആ ഒരു വെള്ളമയം മാറാനായിട്ട് ഒന്ന് മാറ്റി
വെക്കുക. അതിനുശേഷം നമ്മളിതേ നമ്മുടെ ഈ ക്യാരറ്റും സബോളയും സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് വാടി വന്നല്ലോ, അതിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനിയാണ് കുറച്ച് പരിപാടി. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റൈസിൽ എത്ര വെള്ളം ഇതുപോലെ അരിപ്പപാത്രത്തിൽ ഊറ്റാൻ വെച്ചാലും വെള്ളം കാണും. കാരണം നമ്മൾ ഇച്ചിരി ക്കാനൊക്കെ ഇട്ടിരുന്നതല്ലേ, അപ്പോൾ അത്യാവശ്യം വെള്ളം കാണും. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്, വെള്ളമയം മാറുന്നത് വരെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ മഞ്ഞ നിറത്തിലുള്ള എന്താണെന്നറിയാവോ, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കണ്ണൻകുട്ടനൊക്കെ ഇച്ചിരി കളർഫുള്ളായിട്ടുള്ള റൈസ് കൊടുത്താൽ കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മഞ്ഞ നിറത്തിലിരിക്കും. നെയ്ച്ചോറെന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും വൈറ്റ് നിറത്തിലാണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് കളറിലെ റൈസാണ് ഇഷ്ടമുള്ളതെങ്കിൽ നമ്മുടെ മഞ്ഞപ്പൊടി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ, മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ കണ്ണൻകുട്ടനും മുന്നുകുട്ടിക്ക് മഞ്ഞ നിറത്തിലിരിക്കുന്നത് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നത് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നു. അപ്പം നെയ്ച്ചോറ് എന്താ മഞ്ഞ നിറത്തിയിരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്, ഓപ്ഷണലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി. അതിന് ശേഷം നന്നായിട്ട് ഒരു ഡ്രൈ ആയിട്ടുണ്ട് റൈസ് കേട്ടോ, നല്ല വെള്ളമൊക്കെ പോയി നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ച്, ഇച്ചിരി കൂടി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ റൈസൊക്കെ ഒന്ന് ഡ്രൈ ആയി വരത്തില്ലേ, ആ ഒരു ടൈമിൽ വെള്ളമൊക്കെ പറ്റിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. റൈസിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 2 ഗ്ലാസ് ആകുമ്പോൾ ഞാൻ ആ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിക്കും. അത് ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കാണല്ലോ. അപ്പോൾ ഞാനത് ആ ഒരു രീതിയിൽ തന്നെയാണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറെന്ന് പറയുമ്പോൾ ഒരു നെയ്യുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ചധികം നേരം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇതുപോലത്തെ പാത്രമാണെങ്കിൽ മൂട്ടി പിടിക്കത്തില്ല. മറ്റേ അലൂമിനിയം പോലത്തെ പാത്രമാണെങ്കിൽ മൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് പിന്നെ മൂട്ടിലൊന്നും പിടിക്കത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും കേട്ടോ, എന്തായി എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിക്കുക. ഒന്ന് വെന്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും, എൻ്റെ ഇവിടുത്തെ നെയ്യ് ഇച്ചിരി കട്ടയായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊട്ടി ഇടുന്നത്, പോകുന്നില്ല സ്പൂണിൽ നിന്ന് വിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നെയ്യൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കുറച്ച് നെയ്യ് മതിയെങ്കിൽ കുറച്ച്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നെയ്യ് കൂടുതലിട്ട് കൊടുത്താൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ നമ്മുടെ മക്കൾക്കൊക്കെ വലിയ പ്രശ്നമില്ല കേട്ടോ നെയ്യൊന്നും. അപ്പോൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതും ഓപ്ഷണലാണ്. എരിവ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. പക്ഷേ കുരുമുളക് പൊടി ഇങ്ങനെ വെന്തതിന് ശേഷം അവസാനം ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചി തന്നെയാണ്. എന്നിട്ട് കുറച്ച് നേരം കൂടി ഞാൻ അവിടെ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ ആവിയൊക്കെ പറക്കുന്നത്. അതിന് ശേഷം നമുക്ക് സബോള വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ സബോള ഇച്ചിരി പഞ്ചസാര ഇട്ട്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ സബോള വറക്കുന്നത് കേട്ടോ. സബോള വറുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അടിപൊളിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ക്യാരറ്റൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇതിനകത്തുനിന്ന് പിറക്കിയെടുത്ത് കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്. ഇവിടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് കറിയൊന്നും നമുക്ക് കറി വെക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇത് മാത്രമേ ഇവിടെ വയ്ക്കും കേട്ടോ. ഒരു കച്ചമ്പറോ അച്ചാറോ ഉണ്ടെങ്കിൽ സെറ്റപ്പാണ്. ചില കുഞ്ഞുങ്ങൾ കച്ചപ്പറം കഴിക്കത്തില്ല. ഇവിടെ പൊന്നുകുട്ടി കഴിക്കും, പക്ഷെ കണ്ണൻകുട്ടൻ കച്ചമ്പറ കഴിക്കത്തില്ല, അച്ചാറും കഴിക്കത്തില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഇപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ വിടാൻ എന്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടും, കറി വെക്കാനും ഒന്നുമില്ല എന്നൊക്കെയുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്ന അമ്മമാർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. സിമ്പിളാണ്. അന്ന് ഉച്ചയ്ക്ക് അമ്മമാർക്കും അച്ഛനും ഒക്കെ ലഞ്ച് കൊടുത്തു വിടും. ഇവിടെ റേഷനോ ഓഫീസിൽ ഇത് മാത്രം കൊണ്ടുപോകും കേട്ടോ, കറിയൊന്നും ഇല്ലാതെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഇവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും ചള്ളാസ അച്ചാറ്, പുളി ടേസ്റ്റാണ്, നല്ല അടിപൊളി നെയ്ച്ചോറാണ്. അപ്പം വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.